എന്റെ ആമിക്കുട്ടി അങ്ങ് ഇമോഷണൽ ആയല്ലോ. അതെ, നമുക്കതിനൊരു വഴിയുണ്ടാക്കാം. പോരാ, പക്ഷെ എനിക്കതിന് കുറച്ച് സമയം തരണം. ഒരാളെ കണ്ടെത്തി പ്രേമിച്ച് ആള് പറ്റിയ ആളാണോ ഇല്ലയോന്നൊക്കെ എനിക്കൊന്ന് പരിശോധിക്കണ്ടേ, പരീക്ഷിക്കണം. അതിനൊക്കെ എനിക്ക് സമയം വേണം. ഒരുപാടൊന്നും സമയം എടുക്കണ്ട മോളെ. മനസ്സ് വെച്ചാ എപ്പോ വേണേലും നടക്കും. ആമി, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ കുഞ്ഞമ്മയും കൊച്ചിനും കുടുംബത്തിൽ നിന്നൊരാളെ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് അങ്ങനെ വലുത് മനസ്സിൽ വെച്ചിട്ടാണോ? എന്റെ ഒരു സംശയമാണേ. എനിക്കും ആ സംശയം ഉണ്ട് മോളെ. പക്ഷേ ശരത്തിനെയും നിന്നെയും ചേർത്ത് എനിക്കങ്ങനെ കാണാനേ പറ്റില്ല. നിങ്ങൾ അങ്ങനെയല്ലല്ലോ കളിച്ചു വളർന്നത്. മോളോട് അവനെന്തേലും പറഞ്ഞോ? ഇല്ലില്ല അമ്മി. അവന് വേറെ എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്. നീ ലൈറ്റ് ഓഫ് ചെയ്യ്, നമുക്ക് ഉറങ്ങാം. അയ്യോ, എന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല. അതൊക്കെ നാളെ ചെയ്യാനാ. ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായി. അപ്പൊ നാളെ സിദ്ധു സാറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്ത കേൾപ്പിക്കും അല്ലേ? എന്നാലും ഒരു കൈ നോക്കാം. എന്റെ ആമിക്കുട്ടി പറഞ്ഞതല്ലേ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം. ഓക്കെ? ഞാൻ കുറച്ചു ദിവസമായിട്ട് ഇവിടെ നടക്കാൻ വരാറുണ്ടല്ലോ. ഇതുവരെ ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഞാൻ എന്റെ നാട്ടിൽ വന്നേ ഉള്ളൂ. യുഎസിലാ. ഓ, അമേരിക്കയിലാണല്ലേ? അതെ, അമേരിക്കയിലാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും ജോലിക്ക് സാധ്യത ഉണ്ടാവോ? അതിപ്പോ റിയക്ക് എന്ത് ജോലി അറിയാവുന്ന? ബേസിക്കലി ഞാൻ IT ഫീൽഡാണ്. പിന്നെ ചില റെപ്യൂട്ടഡ് കമ്പനികൾക്ക് വേണ്ടിട്ട് മോഡലിംഗും ചെയ്യുന്നുണ്ട്. അതാണ് മോഡലിംഗ് എനിക്കൊരു പാഷനാണ്. കണ്ടപ്പോഴേ എനിക്ക് തോന്നി തനിക്ക് അതുപോലത്തെ എന്തോ ടാലന്റ് ഉണ്ടെന്ന്. യു ലുക്കിംഗ് ലൈക്ക് എ സെലിബ്രിറ്റി. ഓ, താങ്ക് യു. ഒരു ചേഞ്ചിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഡെലിവറി ഗേളിന്റെ പണിയൊക്കെ എടുക്കുന്നത്. ഒറ്റയ്ക്ക് അടിച്ചു വിളിക്കുന്ന ഒരു ലൈഫ് തന്നെ ആയിരിക്കുമല്ലോ. അല്ല, മോനെ വളർത്താൻ വേണ്ടിട്ടാ. താൻ മാരീഡ് ആണോ? യെസ്. ഓ, പക്ഷെ കണ്ടാ തോന്നില്ല കേട്ടോ. ഒരു കുട്ടിയുടെ അമ്മയാണെന്ന് തീരെ പറയില്ല. ഓ, താങ്ക്സ് ഫോർ ദി കോംപ്ലിമെന്റ്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. അതാണ് പ്രോബ്ലം. കുറെ പ്രോബ്ലംസ് ഉണ്ട്. ശരിക്കും ജീവിക്കാൻ വേണ്ടി കെട്ടിയൊരു വേഷമാ ഈ ഡെലിവറികൾ. ഒരുപക്ഷെ കഴിഞ്ഞുകൂടി പോവാൻ ഇത് പറ്റും. പക്ഷേ ഇത് പോരാ. നന്നായി ജീവിക്കണം. ഞാൻ ആഗ്രഹിച്ചതുപോലൊക്കെ ജീവിക്കണം. അപ്പോ അമേരിക്കയിലെ ജോലിക്കാരൊന്നും മനസ്സിൽ വെച്ചേക്കണേ. താനിപ്പോ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? കുറച്ചു കഴിയുമ്പോ ആ ക്ഷേത്രത്തിനടുത്തൊരു ഫ്ലോർ മില്ലില്ലേ, അതിന്റെ അപ്പുറത്തായിട്ടാ. അതിന്റെ തൊട്ടപ്പുറത്തേനോടെ എന്റെ വീട്. എന്നാ വരുന്നുണ്ടോ? ഞാൻ ലിഫ്റ്റ് തരാം. ഭാവിയിൽ ചിലപ്പോ എന്റെ സ്പോൺസർ ആയിക്കൂടന്നില്ലല്ലോ. മോർണിംഗ് മോർണിംഗ്. സോണി അവിടെത്തില്ലേ? ഇല്ല സർ. അവര് വന്ന ഉടനെ എന്നെ ഒന്ന് കാണാൻ പറയും. അത് മതി. ആ ഫ്രണ്ട് സൈൻ നോക്കി, ഇന്നലത്തെ. എന്താ സാറേ? ഒന്നുമില്ല, ഒന്ന് പുഷ്ടിച്ചിട്ടുണ്ടല്ല. ഞാനൊന്ന് ഉഴിച്ചിലും പിഴിച്ചിലും പോയതായിരുന്നു. കരച്ചിലും പിഴിച്ചില്ല? ഉഴിച്ചിലും പിഴിച്ചിലും. ഓ, ആര്യവൈദ്യശാലയില്. ഉലനാൻ കൊരട്ടിപ്പള്ളി പെരുന്നാൾ എപ്പോഴാ? എന്താ സാറേ അതിങ്ങടുത്തു? അല്ല, ഒരു നേർച്ച ഉണ്ടായിരുന്നേ. ആർക്ക്? സാറിനാ? അല്ല, ഉലഹന്നാൻ. എനിക്കാ? അതെന്തിനാ സാറേ? ഇങ്ങനെ എപ്പോഴും ആരോഗ്യത്തോടു കൂടി ഇതുപോലെ ഉഷാറായിട്ട് നടക്കണ്ടേ? ഇങ്ങനെ അപകടങ്ങളൊന്നും പറ്റാതെ. പിടിച്ചു. പറഞ്ഞില്ലേ നേരത്തെ? സർ, ഞാൻ അപർണയ സർ. സാറിനെ വിളിച്ചിരുന്നു. അതെന്താ വിളിക്കാൻ പാടില്ലായിരുന്നു? അയ്യോ അതല്ല സർ, ഞാൻ ഫുഡ് കഴിക്കായിരുന്നു സർ. കുറച്ച് ബിസി ആയിരുന്നു സർ. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, എന്റെ ഒരു കസിൻ വന്നിട്ടുണ്ട്. ഞാനൊരു 5 minutes കഴിഞ്ഞ് സാറിന് അങ്ങോട്ട്. ഞാൻ മിണ്ടണ്ടെന്ന് വിചാരിച്ചതാണേ. ഇതെന്താ സ്ക്രൂ ഡ്രൈവറൊക്കെ? അത് പിന്നെ ഞാൻ ഈ വണ്ടിയില് മുറുക്കാറുണ്ട്. എന്തി എന്നിട്ട് അങ്ങോട്ടൊന്നും കാണാത്തെ?
ഞാൻ വീട്ടിൽ വന്നായിരുന്നല്ലോ. അപ്പൊ അവിടെ കുഞ്ഞമ്മയെ കണ്ടില്ല. വീട്ടിൽ വന്നിരുന്നോ? ആ അയ്യോ, എന്നിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ? ആ ആമി ഉണ്ടായിരുന്നു. ആ ആമി ഉണ്ടായിരുന്നു. പിന്നെ കൊറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ മോളെ, എന്നിട്ട് എന്നോടൊരു വാക്ക് പറയണല്ലോ ആമി. എന്തിനീ മനുഷ്യരിങ്ങനെ ദുഷ്ടതരവും കള്ളത്തരവും കാണിക്കുന്നത്? അത് ഈ പാവം പിടിച്ച എന്നോട് അല്ലേ? ഞാൻ എന്താ പിടിച്ച് വിഴുങ്ങോ? എന്നിട്ട് എല്ലാവരും എന്തേ? ഹസ്ബൻഡ് ഒക്കെ എന്തേ? കാണട്ടെ, ഞങ്ങളുടെ ബാലിന്റെ കൂട്ടുകാരനല്ലേ, പരിചയപ്പെടണം. എവിടെ വിളിക്ക്? അല്ല ഞാൻ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ അവിടുന്ന് കേറി വന്നപ്പോഴത്തേനും സംസാരം കേട്ടായിരുന്നു. അത് ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ ആ ഒരാണിന്റെ ശബ്ദം കേട്ടെ. അത് ഞാൻ ഫോൺ സ്പീക്കറിലിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഹസ്ബൻഡിനോടെ. അത് പറ. അല്ല, എന്നാലും ഞാൻ ഫോണിലുള്ള ഒച്ചയല്ല കേട്ടത്. അത് എനിക്ക് തോന്നിയതായിരിക്കും. അതെ. ഇത് വേറൊരു മുറിയല്ലേ? ദേ, കെട്ടിയൊരു ഇവിടെ ഇല്ലല്ലോ. ഇതൊക്കെ എടുത്ത് മടക്കി വെക്ക്. മടക്കണം. എവിടെ? കൊച്ചെവിടെ? ഒരു മോനല്ലേ ഉള്ളത്? മോനാ, പക്ഷെ അവനിവിടെ ഇല്ല. കണ്ണൂരിലെ എന്റെ വീട്ടിലാ. ഞാനിപ്പോ തനിച്ചേ ഉള്ളൂ ഇവിടെ. സത്യം പറ, വീട്ടില് വല്ല പിണക്കുണ്ടോ? പ്രധാനമായിട്ടും ജോലിയുടെ സൗകര്യത്തിന് വേണ്ടി ഇവിടെ സ്റ്റേ ചെയ്യുവാന്നേ ഉള്ളൂ. പിന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസം. അതെ മോളെ, റിയ. എന്താ കുഞ്ഞമ്മേ? എന്റെ ഫോൺ ഇവിടെ എങ്ങാനിപ്പുണ്ടോ? ഇല്ല, കുഞ്ഞമ്മ വന്നപ്പോ ഫോണൊന്നും കയ്യിലുണ്ടായിരുന്നില്ലല്ലോ. ഉറപ്പാണോ? ഉറപ്പാ. അപ്പൊ എന്നാ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. എന്നാ ശരി, എന്നാ ഞാൻ പൊക്കോ. അപ്പൊ ശരി, ഇടയ്ക്ക് വരാട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. അതെ, ഈ സ്വയംപ്രഭ ന്യൂസ് ചാനൽ പറഞ്ഞെല്ലാം കേട്ടല്ലോ. എന്ത് തോന്നുന്നു? ഇനി എന്ത് തോന്നിയാലെന്താ? വരുന്നവരും പോകുന്നവരും എല്ലാം കൃത്യമായിട്ട് എനിക്കിട്ട് കൊട്ടുന്നുണ്ടല്ലോ. മാറിയിരുന്ന് കേൾക്കാന്നല്ലാതെ എന്ത് ചെയ്യാം? പരേതനായി പോയില്ലേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഒരു ദിവസം ഞാൻ പുറത്തിറങ്ങും. അന്ന് തന്നെ നീ അകത്ത് പോവേണ്ടിയും വരും. അതെ, ഈ ശരത്തിനെ കെട്ടിയെടുത്ത് എന്തിനാന്ന് നേരത്തെ നീ ചോദിച്ചില്ലേ? അവൻ അമേരിക്കയിൽ കെട്ടി ഇറക്കിയേക്കുന്നതാ. പ്രവാസി മോനെ കൊണ്ട് അപർണയെ കെട്ടിക്കാനാണ് നിന്റെ ആ കുഞ്ഞമ്മയുടെ പ്ലാൻ. അല്ല, പാലൂലെന്താ അഭിപ്രായമൊന്നും പറയാതെ നിൽക്കുന്നത്? ഓ, ഇനിയിപ്പോ നിനക്കായിട്ട് പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണിനെ വല്ലവരും കെട്ടാൻ പോകുന്നോർത്ത് ടെൻഷൻ എങ്ങനെ ഉണ്ടോ സാറിന്? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഹേ, സാധാരണ ഏതൊരാളും ആലോചിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഒരാളെ പോലെ ആലോചിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണോ ഞാൻ? അതൊക്കെ നീ ഏറ്റവും നന്നായിട്ട് അറിയാതെ നിനക്കല്ലേ? അപ്പൂനെ ഇനി ലോകത്താര് കല്യാണം കഴിച്ചാലും അതെനിക്കൊരു വിഷയമേ അല്ല. പക്ഷെ അവളുടെ കല്യാണം നടക്കുന്നു എന്നുള്ളതൊരു വിഷയമാണ്. അതൊരു വലിയ വിഷയമാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ?
അല്ല, എന്നെ അലട്ടുന്ന പോയിന്റും അത് തന്നെയാണ്. ഈ അപർണയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ നിന്റെ അമ്മ എല്ലാ സ്വത്തും അവളുടെ പേരിന് എഴുതി കൊടുക്കും. വേറെ അവകാശികളൊന്നുമില്ലല്ലോ. അതായത് നിനക്ക് കിട്ടേണ്ട പ്രോപ്പർട്ടി ഉൾപ്പെടെ സകലതും അപർണയുടെ പേരിലാവും. ഒന്നും ബാക്കി വെച്ചേക്കത്തില്ല. ആ അല്ല, ആർക്ക് വേണ്ടി കാത്തു വെച്ചേക്കാനാ? നീ ജീവിച്ചിരിപ്പില്ലല്ലോ. ശ്ശോ, ഇനിയിപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞ അപ്പൂന് സ്വത്തിന്നൊരു ഭാഗം കൊടുക്കുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല. അവളതൊക്കെ അർഹിക്കുന്ന കാര്യം തന്നെയാ. പക്ഷെ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോവാന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങോട്ട് നോക്ക്. അതിനാണ് ഞാനൊരു വഴിമരുന്നിട്ട് വെച്ചത്. എന്റെ മോൻ, അതായത് നിന്റെ മോൻ, ബാലുവിന്റെ സ്വത്ത് അനുഭവിക്കാൻ അവകാശമുള്ളവൻ. കണ്ണൂരിൽ നിന്ന് ഉടനെ എന്തായാലും മോനെ കൊണ്ടുവരണം. വേറെ വഴിയില്ല. നാടകീയമായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. നമ്മളിതൊക്കെ നേരിടണം. നമ്മളല്ല, ഞാൻ. നിനക്കിവിടെ അജ്ഞാതവാസത്തിലിരുന്ന് എന്നോട് ചൂടായാൽ മാത്രം മതിയല്ലോ. എല്ലാം ഫേസ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലേ. തീരെ ചെറിയ കൊച്ചല്ലത്, തിരിച്ചറിവായ കൊച്ച. എന്റെ മോനാന്ന് വേണം നിനക്ക് ബാക്കിയുള്ളടത്തൊക്കെ പറഞ്ഞു കിടക്കാം. പക്ഷെ ആ കൊച്ചിന്റെ അടുത്ത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ ആരാന്ന് അവനോട് പറയേണ്ടത്? ബാലു, അതൊക്കെ എനിക്ക് വിട്. ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് നിന്നാ മതി. അങ്ങനെ നീ പറയുന്ന പോലെ നിന്നാ ഞാൻ ഇന്ന് ഈ പരുവത്തിലായത്. വെറുതെ കടന്ന് പിറുപിറുക്കണ്ട ബാലു. എന്നെക്കാളും ഇപ്പൊ നിനക്കാണ് ഇങ്ങനെ ഒരു ഗെയിമിന്റെ ആവശ്യം. പരേതാത്മാവ് അത് മറക്കണ്ട കേട്ടോ. അതെ, ഈ വാതിലങ്ങ് അടച്ചേരെ. അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരിടക്കിടക്ക് കയറി വരും ഇതുപോലെ കണ്ട്. സർ, ലഞ്ച് ബ്രേക്ക് ആയി. അപർണ, ലഞ്ച് കഴിക്കാൻ വരുന്നില്ലേ? ആ ഇല്ലടോ, നിങ്ങൾ കഴിച്ചോ. എനിക്കിന്നേ ബ്രേക്ക് ഇല്ലാത്ത ദിവസം. അപർണ, താൻ ഇങ്ങനെ ഒന്നും കഴിക്കാത്ത റെസ്ലെസ് ആയി ജോലി ചെയ്യേണ്ട കാര്യം എന്താ? ചെയ്യണം. 2 മണിക്കൂർ കൊണ്ട് ഓടിയെത്തേണ്ടടുത്ത് 10 മിനിറ്റ് കൊണ്ട് ഓടിയെത്തിയില്ലെങ്കിലേ ഫൈനാ, ഫൈന്. ഈ വർക്ക് തീർത്തിട്ടേ ഉള്ളൂ എനിക്കിനി എന്തും. ഒന്നും കഴിക്കാതെ ഇങ്ങനെ ജോലി ചെയ്താൽ താൻ വല്ല തലയും ചുറ്റി വീഴുവേ. ആ അതെ, ഞാൻ പട്ടിണി കെട്ടി ജോലി ചെയ്യിച്ചെന്ന് പറയാനല്ലേ? അയ്യോ, ഞാൻ ഒരു പരാതിയും പറയുന്നില്ലേ. തല കറങ്ങി വീണ ബോധം വരുന്നത് വരെയുള്ള എന്റെ സാലറി സർ കട്ട് ചെയ്തു. എനിക്ക് വേണ്ടി ആരും നഷ്ടമൊന്നും സഹിക്കണ്ട. ഒരുപാട് വാചകം അടിക്കാതെ പോയി ഫുഡ് കഴിക്കും. എനിക്ക് വേണ്ട. അപർണ, താനിങ് എഴുന്നേറ്റ് വന്നേ. വേണ്ടടോ, നിങ്ങൾ പോയി കഴിച്ചോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ടേ വരൂ. സോണി എല്ലാരും വിളിച്ചിട്ട് പോയിക്കോ. ശരി ശരി. അല്ല, അപ്പൊ ആ അപർണ വരില്ല തീർത്തങ്ങോട്ട് പറഞ്ഞ? ഇല്ല, അവള് നല്ല വാശിയില്ല. വർക്ക് കഴിയാതെ ജലപാനം പോലും കഴിക്കത്തില്ല. അപ്പൊ പണിഷ്മെന്റ് സ്ട്രോങ് ആണല്ലോ. എന്നാ നമുക്ക് പോവാം. ഡോ വാടോ, വാ. സർ, ആ ജയ വാ. ഓക്കെ, താങ്ക് യു. കഴിച്ചോ സർ? വേണമെങ്കിൽ എന്റെ ഫുഡ് ഷെയർ ചെയ്യാം. ഓ, ആ വലിയ മനസ്സിന് നന്ദി. പക്ഷെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഉറപ്പാണോ? ഓ, ഞാനിതൊന്ന് തീർത്തോട്ടെ. ദയവ് ഇതെനിക്ക് കുറച്ച് സമാധാനം തരാമോ? അതോ ഇനി മനഃപൂർവ്വം ലേറ്റ് ആക്കിയിട്ട് എനിക്ക് വീണ്ടും പണി തരാനാണോ? വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലും ഞാൻ കഴിക്കാൻ പോവാ. ഓ, അതന്നെയാ നല്ലത്. അവിടെ ഇരുന്ന് ഡിസൈൻ ചെയ്.
ഹായ്. ആ. ആ. ഓ, ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ്. അത് ഇതല്ലാതെ വേറെ ഒന്നുമല്ല. ഇഫ് ദർ ഇസ് എ പാരഡൈസ്, ദിസ് ഈസ് ഇറ്റ്. എന്നാലും എന്റെ സാറിന്റെ ഒരു ഭാഗ്യം. ഇത്രയും സുന്ദരിമാരായിട്ടുള്ള പെമ്പിള്ളേരുടെ കൂടെ ഈ പ്രായത്തിൽ ജോലിയാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണേ. അതെ, അതൊക്കെ ആയിക്കോട്ടെ. ഇങ്ങോട്ട് നോക്കേ താനാരാ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. 4 കാലയിലല്ല 6 കാലയിലാ വന്നിരിക്കുന്നത്. 6 കാലയിൽ ഒരു സർക്കസ് ഉണ്ട്. അത് നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് പറ്റത്തില്ല. പറഞ്ഞത് ചിലതൊക്കെ കേട്ടു. എന്നാലേ നിങ്ങൾ ചേട്ടത്തിക്കും അനിയത്തിക്കും തെറ്റി. നിങ്ങൾ ജഡ്ജ് ചെയ്ത ആളല്ല ഞാൻ. സിദ്ധാർത്ഥ് നാരായൺ വേറെ ജെൻസാ. അത് നിങ്ങൾ വന്നു കയറിയ പെണ്ണുങ്ങൾക്ക് അത്ര പിടി കിട്ടത്തില്ല. അതിന് കുറച്ചു കാലം എടുക്കും. ഇവിടെ വന്നു കയറിയ പെണ്ണുങ്ങൾക്ക് എന്താ കുഴപ്പം? നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ വന്നു കയറിയ പെണ്ണുങ്ങളെ കുറിച്ച്. ഞങ്ങൾ ഒരു പെണ്ണുങ്ങളും വലിഞ്ഞു കയറി വന്നവരല്ല ഇങ്ങോട്ട്. നിന്റെ ചേട്ടൻ നിന്റെ പപ്പയെ കൊണ്ട് എന്റെ പപ്പയുടെയും മമ്മിയുടെയും കാല് പിടിച്ചിട്ടാ ഈ കല്യാണം നടത്തി തന്നത്. ഈ ഭാവന ഈ കുടുംബത്തിൽ കയറി വന്നതും. വന്നു കയറിയ പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ടാ സൊണാലി ബംഗ്ലാവ് ഇന്ന് മര്യാദയ്ക്ക് നിന്ന് പോകുന്നത്. വന്നു കയറിയ പെണ്ണുങ്ങൾ പോലും. അതെ, നിന്റെ മമ്മി ഉൾപ്പെടെ ഈ കുടുംബത്തിൽ വന്നു കയറിയവരാ. അത് നിനക്കറിയാവോ? നന്നായി ചേച്ചി. കൊറേ നാളായിട്ടേ ഞാൻ പറയണോന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാ. സന്തോഷമായി. നീ ഇരിക്കവിടെ. എവിടെ പോന്ന്? കാര്യം പറയുമ്പോ നിന്റെ വായി നാക്ക് കാണത്തില്ലെന്ന് എനിക്കറിയാം. പറയുന്നത് കേട്ടിട്ടങ്ങ് പോയാ മതി. അതെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാ. നിന്റെ മുന്നിൽ വെച്ചേ അപർണ ഇന്ന് കൊറേ ഷോ കാണിച്ചെങ്കിലേ അത് മനഃപൂർവ്വ. കടുക്കനിട്ടവൻ വന്നു. ഇനി കമ്മലിട്ടവനെ വേണ്ടാന്നുള്ള ലൈൻ. ഇതിങ്ങനെ തന്നെ വേണം ചേച്ചി. എന്റെ സ്നേഹം സിദ്ധു തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മള് കരലെടുത്ത് കാണിച്ചപ്പോ ചെമ്പരത്തി പൂവാണെന്നും പറഞ്ഞങ്ങ് അവഗണിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞോ കരലെടുത്ത് കാണിക്കാൻ? അതോ വേറെ ആരെങ്കിലും പറഞ്ഞോ? നീ സ്വപ്നം കണ്ടു കിടന്ന് ആരുടെ കുഴപ്പമാടി? നീ മാഷെന്നും പറഞ്ഞ് പുറകെ നടന്ന് നിനക്ക് എന്നെ അങ്ങ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം. നിന്റെ മമ്മിയും ചേച്ചിയും കൂടെ ഉന്തി തള്ളി വിട്ടതല്ലേ. അല്ലാതെ നീ അങ്ങ് പ്രേമിച്ച് നിന്റെ അസ്ഥി കയറി പിടിച്ചിട്ടില്ലെന്നൊക്കെ എനിക്ക് അറിയാടി. അത് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ഒക്കെ നിന്റെ ഈ സ്മാഷിനുണ്ട്. ചേച്ചി പറയുന്നത് കേട്ടോ ചേച്ചി? എന്റെ മനസ്സ് എന്താ മാഷെ തിരിച്ചറിയാത്ത? ഇനിയെങ്കിലും ഒന്ന് കാണ്. പെണ്ണിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കണേലേ അതൊരു തന്ത്രമാ മാഷെ. അത് മാഷിനെ അറിയത്തില്ല. അറിയാൻ പറ്റുമായിരുന്നെങ്കിലേ ഈ അപർണയുടെ മനസ്സെന്താന്ന് മാഷിന് അറിയാൻ പറ്റുമായിരുന്നല്ലോ. ഇപ്പൊ അവൾ അവളുടെ ചെക്കനെയും കൊണ്ടുവന്ന് മാഷിനെ അത് ബോധ്യപ്പെടുത്തേണ്ടി വന്നു. അവരെങ്കിലും അടിപൊളിയായിട്ട് ജീവിച്ചോട്ടെ മാഷെ. നമുക്കേ നമ്മുടെ കാര്യം നോക്കാം. നിങ്ങളുടെ ഈ നോൺസെൻസ് പറച്ചിലൊന്നും നിർത്തുന്നുണ്ടോ? സത്യത്തിലെ എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് സഹതാപോ. നിങ്ങൾ ഈ കെട്ടുകഥ ഉണ്ടാക്കി പറയുന്ന രീതിയിൽ ഒരു പ്രശ്നവും എനിക്കില്ല. എനിക്ക് എന്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫിനോട് യാതൊരു സോഫ്റ്റ് കോർണറും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ കഥയുണ്ടാക്കിയത് നിർത്തിക്കോ കേട്ടോ. കഥയുണ്ടാക്കാൻ വന്നിരിക്കുന്നു ഒരു പണിയില്ല. മാഷ് പോവാണോ? അങ്ങനെ മാഷിനെ വിടാനേ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അസ്ഥിയിൽ പിടിക്കുന്നവരെ ഈ മുന്നു മാഷിനെ വിടാതെ പിടിക്കും. നോക്കിക്കും. ഓടി. പിന്നെ ഈ പെണ്ണെന്ന് പറഞ്ഞാലേ മിനിമം ഒരു പെണ്ണിന്റെ രൂപമെങ്കിലും വേണം. പ്രേമിക്കാൻ നടക്കുന്ന കൊന്നക്കോല് പോലെ വരണം. കേട്ടോ ചേച്ചി? കേട്ടില്ലേ? എടി മോളെ, ഇതാണ് ശരിക്കുള്ള മാസ്ക്. അവന്റെ മനസ്സിൽ ഭൂകമ്പം നടക്കുവടി. അത് മറയ്ക്കാന് ഇങ്ങനെയൊരു ഷോ. തീയതി സമയമൊന്നും ഞാൻ കുറിച്ചു വെച്ചിട്ടില്ല. പക്ഷെ നീ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്. അതെ, എനിക്കും പ്രശ്നങ്ങളുണ്ട്.
വിഷമങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ ഞാനും സ്വപ്നം കണ്ടതാണ്. എന്നിട്ടിപ്പോ ആർക്കൊക്കെയോ വേണ്ടി പാഴ്സലും ചുമന്ന് നടക്കുന്നു. തീരെ സഹിക്കാൻ വയ്യാതാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. ബാലുവിനോടല്ലാത്ത ഞാൻ ആരോട് പറയും? നീ ശൂന്യതയിൽ നിന്നോണ്ട ഭാവിയെ കുറിച്ചുള്ള സ്വപ്നം കാണുന്നത്. എന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ സ്റ്റാഫ് ഉണ്ടല്ലോ നിന്റെ, ഇവളെന്നെ കൊണ്ട് നല്ല രീതിയിൽ ചെലവഴിപ്പിക്കുന്നുണ്ട്. അള്ളി പിടിച്ചിരിക്കാൻ മച്ചാനെ. കുറച്ചാളോട് പോവാണെങ്കിലേ നീ എനിക്ക് കുറച്ച് കാശ് ലോണായിട്ട് തരേണ്ടി വരും മോനെ. ഓ അതിനെന്താ തരാടാ. ആരാ മോനെ? 1 സെക്കൻഡ്. എന്റെ ഫ്രണ്ടാ ഫ്രണ്ട്. അളിയ ആരാടത്? അല്ല മമ്മിയടാ. മമ്മിയുടെ എല്ലാം കൊടുത്തേ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. അതിന് മമ്മിക്ക് നിന്നെ അറിയില്ലല്ലോ. എടാ അതിനെന്താ, എടാ നീ ഒന്ന് കൊടുക്ക്, ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നേ. മമ്മി എന്റെ ഒരു ഫ്രണ്ടാ, മമ്മിയോട് ഒന്ന് സംസാരിക്കണോ? ശരത്ത്. എന്നോട് സംസാരിക്കാനോ? ശരത്ത് മമ്മിയോട് സംസാരിക്കണം. ഹലോ. ഹായ് മമ്മി. മമ്മി ഞാൻ ശരത്താ, സിദ്ധുവിന്റെ കൂടെ യുഎസിലുണ്ടായിരുന്ന ഒരു പഴയ ഫ്രണ്ടാ. എന്റെ മമ്മി കുറെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളിന്ന് വീണ്ടും കണ്ടു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാ. ഞാൻ അവന്റെ ഓഫീസിൽ വന്ന വിവരം പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല മോനെ. അവൻ പറയത്തില്ല, പറഞ്ഞാ ചിലപ്പോ അവന് കുറച്ചിലായാലോ. എന്ത് ചെയ്യാനാ മമ്മി വിട്. നാട്ടിൽ എവിടെയാ ശരത്തിന്റെ വീട്? എന്റെ വീട് ഇവിടെ തന്നെയാ മമ്മി, കൊച്ചുകൾ തോട്ടത്തിലെന്ന് പറയും. ഓ, അപ്പൊ അപർണയുടെ? അപർണ അറിയോ? എന്നെയോ? ഞാൻ അപർണയുടെ കസിനാ. ഓ അത് ശരി. മമ്മി നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരിക്കലും പരിചയപ്പെടാം. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് കയറുന്നുണ്ട്. ഞായറാഴ്ച നമുക്ക് നോക്കാം. ഞായറാഴ്ച ഫിക്സ്. എല്ലാവരും ഒന്ന് കാണണം. പിന്നെ മമ്മിയുടെ കയ്യിൽ നിന്ന് ഒരു ലഞ്ചും. ഒട്ടും കുറയ്ക്കണ്ട, സംഭവം ഗംഭീരായിക്കോട്ടെ. ശരി മോനെ. മമ്മി ഫോൺ അവന്റെ കയ്യിൽ കൊടുക്കും. മമ്മി നിനക്ക് തരാൻ പറഞ്ഞു. ശരത്തെ മച്ചാനെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് മമ്മിയുടെ അടുത്ത്. അപ്പൊ ശരി, ഓക്കെ. അല്ല അപർണയുടെ ഒന്ന് കൊടുക്കണേ. ഡിസൈൻസിന്റെ കാര്യം ഒന്ന് പറയാനാ. ഓ എടാ അപ്പു, അവളത് ഇപ്പൊ കിച്ചണിലേക്ക് പോയതേലൂടെ. എടാ എനിക്ക് വേണ്ടി എന്തൊക്കെയോ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുവാളിയാ. ഫ്രൂട്ട് കസ്റ്റാർഡ്, അത് ഇത് ഫ്രൈഡ് റൈസ്. എന്തുവാടാ സ്നേഹം കൊണ്ട് അങ്ങ് കൊല്ലുവാ. അളിയാ ഞാൻ വിളിക്കാം അളിയാ. ഓക്കെ ബൈ. ആരാ? തേജസ്. തേജസ്? ഏത് തേജസ്? തേജസ് ബാലശങ്കർ. ബാലു ഇതിനാ തേജസിനെ കണ്ടിട്ട് വീഴ്ച നോക്കുന്നത്? നിന്റെ മോനല്ലേ? എന്റെ മോനോ? പിന്നെ എന്റെ മോൻ നിന്റെ മോനല്ലേ? മോനെ ഇതാരാ? എന്റെ പപ്പ. കണ്ടോ, കുഞ്ഞിന് വരെ അറിയാം, പപ്പയ്ക്ക് അറിയത്തില്ലെന്ന്. ബാലു എന്തിനാ ഇങ്ങനെ ഇൻഡിഫറന്റ് ആകുന്നത്? കൊച്ചിനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ചോണ്ട് വന്നിട്ട്. അതെ, ഞാൻ പിന്നെ എന്തിനാ കണ്ണൂർക്ക് പോയത്? മോനെ കൊണ്ടുവരുന്ന കാര്യം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടല്ലേ ഞാൻ പോയത്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ച. എന്തിനാ വൈകിക്കുന്നേ? നമ്മൾ എന്ത് തീരുമാനത്തിലാണ് എത്തിയിരുന്നത്? അപർണയ്ക്ക് കല്യാണാലോചന തുടങ്ങിക്കഴിഞ്ഞു. കെട്ടാനുള്ളവനാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് പറന്നെത്തിയിട്ടുണ്ട്.
എപ്പോ വേണമെങ്കിലും അവരുടെ കല്യാണം നടക്കും. അതോടൊപ്പം നിന്റെ വീട്ടിലെ സ്വത്ത് മുഴുവൻ ആമി ആ അപർണയുടെ പേർക്ക് എഴുതി വെക്കും. പിന്നെ നിന്റെ കാര്യം സ്വാഹ. അതൊഴിവാക്കണമെങ്കിലേ നിന്റെ ഈ മോനെ ആമിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം.